Good morning, everyone. Welcome to yet another reading live session from Juniors Academy. 𝐈𝐄𝐳𝐿DS reading live session ആണ്. ശ്രീലക്ഷ്മിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് തന്നുകൊണ്ടിരുന്നത് അല്ലേ. സോ ഇന്നലെ ഒരു മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാസേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, തൈലസീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു ലൈവ് സെഷൻ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, സോ ഇന്നലെ 1 to 13 ക്വസ്റ്റ്യൻ നമ്പർ 1 to 13 എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പാസേജാണ്, ഒരു മെറ്റീരിയലിൻ്റെ രണ്ടാമത്തെ പാസേജാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ആദ്യം വരുന്നത് വിച്ച് സെക്ഷൻ കണ്ടെയ്ൻസ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ, അതായത് ഐഡൻറ്റിഫൈ ദ പാരഗ്രാഫ് ആണ്. അതുപോലെ പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് വിത്ത് മോർ ദാൻ വൺ ഓപ്ഷൻ ആസ് ദ ആൻസർ. ഈ രണ്ട് സെക്ഷനാണ് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ആണല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് ഈസി ആയിരുന്നു അല്ലേ, അത്യാവശ്യം ഈസി ആയിരുന്നു. സോ അതിനേക്കാളും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ നമ്മളുടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, രണ്ടാമത്തെ സെക്ഷനാണ് കുറച്ചും കൂടെ ഒന്ന് ഡിഫിക്കൽട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ദ പാരഗ്രാഫ് അല്ലേ, ഐഡൻറ്റിഫൈ ദ പാരഗ്രാഫിലേക്ക് പോവാം. സോ ഐഡൻറ്റിഫൈ ദ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് വായിച്ച് നോക്കണം അല്ലേ. ഓപ്ഷൻസ് വായിച്ച് നോക്കിയതിന് ശേഷം ശേഷമാണ് നമ്മൾ നമ്മളുടെ മെറ്റീരിയലിലേക്ക് പോകുന്നത് അല്ലേ, അതായത് പാസേജിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഓപ്ഷൻസ് വായിച്ച് നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പാം ഓയിൽ എന്നാണ് നമ്മളുടെ ആ ഒരു സെക്ഷൻ്റെ പേര് അല്ലേ. അപ്പോൾ പാം ഓയിലിനെ കുറിച്ചുള്ള എന്തോ കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സെക്ഷൻസ് വായിച്ച് നോക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, എക്സാമ്പിൾസ് ഓഫ് എ റേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എൻവയോൺമെൻറ്റൽ അഡ്വാൻറ്റേജസ് ഓഫ് ഓയിൽ പാം ട്രീ കൾട്ടിവേഷൻ. സോ ഓയിൽ അല്ലേ, ഒരു പാം ട്രീ കൾട്ടിവേഷൻ്റെ എൻവയോൺമെൻറ്റൽ അഡ്വാൻറ്റേജസ് ആണ് അല്ലേ, അതിൻ്റെ എക്സാമ്പിൾസ്, പല കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. ക്വസ്റ്റ്യൻ നമ്പർ 15, description of an organization which controls the environmental impact of palm oil production. അതായത് പാം ഓയിൽ പ്രൊഡക്ഷൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അല്ലേ, അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളുടെ പാരഗ്രാഫ് വായിക്കാനായിട്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16, എക്സാമ്പിൾസ് ഓഫ് ദ വൈഡ് സ്പ്രെഡ് ഗ്ലോബൽ യൂസ് ഓഫ് പാം ഓയിൽ. സോ പാം ഓയിലിൻ്റെ ഒരു വൈഡ് സ്പ്രെഡ് യൂസ് അല്ലേ, ഗ്ലോബലി അത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എക്സാമ്പിൾസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17, റെഫറൻസ് ടു എ പെർട്ടിക്കുലർ സ്പീഷീസ് വിച്ച് കുഡ് ബെനിഫിറ്റ് ദ ഇക്കോസിസ്റ്റം ഓഫ് ഓയിൽ പാം പ്ലാന്റേഷൻ. ഓയിൽ പാം പ്ലാന്റേഷൻ അല്ലേ, ആ ഒരു ഇക്കോസിസ്റ്റം വഴി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്പീഷീസ്. ഓക്കെ, അടുത്തത് ഫിഗേഴ്സ് ഇല്ലസ്ട്രേറ്റിംഗ് ദ റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് ദ പാം ഓയിൽ ഇൻഡസ്ട്രി. ഇപ്പോൾ പാം ഓയിൽ ഇൻഡസ്ട്രിയുടെ എക്സ്പാൻഷൻ അല്ലേ, എക്സ്പാൻഷൻ്റെ ഒരു അത് കാണിക്കുന്ന ഫിഗേഴ്സ് അല്ലേ, അതിൻ്റെ ഫിഗേഴ്സ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു എന്നൊക്കെ കാണിക്കുന്ന, അതിൻ്റെ ഫിഗേഴ്സ് കാണിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് 19, an economic justification for not opposing the പാം ഓയിൽ ഇൻഡസ്ട്രി. പാം ഓയിൽ ഇൻഡസ്ട്രി അല്ലേ, അത് ഒപ്പോസ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഇക്കണോമിക് ജസ്റ്റിഫിക്കേഷൻ അല്ലേ, മണി റിലേറ്റഡ് ആയിട്ടുള്ള ന്യായീകരണം. 20, എക്സാമ്പിൾസ് ഓഫ് ക്രീച്ചേഴ്സ്
ബാഡ്ലി എഫക്റ്റഡ് ബൈ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓയിൽ ഫാം പ്ലാന്റേഷൻസ്. ഓയിൽ ഫാം അല്ലേ, അതിൻ്റെ കൃഷി, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മൂലം ചില ക്രീച്ചേഴ്സിന് പ്രോബ്ലം ഉണ്ടായി അല്ലെ, റിസ്കിലായി. സോ അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? സോ ഇത് ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നേരെ നമ്മളുടെ പാസേജിലേക്ക് പോയിട്ട് ഓരോന്ന് വായിക്കുന്നു, കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് എടുക്കുന്നു. ആദ്യത്തെ പാരഗ്രാഫ് എടുത്തിട്ട് നോക്കുന്നു അല്ലേ. സോ ആദ്യത്തെ പാരഗ്രാഫിൽ പാം ഓയിൽ ഈസ് ആൻ എഡിബിൾ ഓയിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ് കൺസ്യൂംഡ് വെജിറ്റബിൾ ഓയിൽ അല്ലെ, ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. സെർട്ടൺലി ഇൻ ദ സോപ്പ് വി വാഷ് വിത്ത് ഇൻ ദ മോർണിംഗ്, സാൻഡ്വിച്ച് വി ഹാവ് ഫോർ ലഞ്ച്. അപ്പോൾ അതിൻ്റെ യൂസസ് ആണ് അവിടെ പറയുന്നത് അല്ലേ, എന്തിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ മാത്രം നോക്കി പോയാൽ മതി. ഇനി എന്തുകൊണ്ടാണ് ഇത് അട്രാക്റ്റീവ് ആകുന്നത് അല്ലേ, അതിൻ്റെ യുണീക്ക് പ്രോപ്പർട്ടീസ്, അതായത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം പ്രിസർവേഷന് യൂസ് ചെയ്യാൻ കഴിയുന്നു അല്ലേ. ഇപ്പോൾ പാക്കേജ് ഫുഡ് ബെസ്റ്റ് ബിഫോർ ഡേറ്റ് ഓഫ് മന്ത്സ് അല്ലേ, ഈവൻ ഇയേഴ്സ്, അതായത് ഒരുപാട് നാള് ഇതിനെ സംരക്ഷിക്കാൻ അല്ലെ പ്രിസർവ് ചെയ്ത് വെക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. പാം ഓയിലിൻ്റെ ഡെഫിനിഷനാണ് അല്ലേ, എന്താണ് പാം ഓയിൽ, എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത് അല്ലേ, അതിൻ്റെ യൂസസ് എന്താണ്, പിന്നെ എന്തുകൊണ്ട് അത് ഒരുപാട് പ്രിസർവേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ മൊത്തത്തിൽ അല്ലേ, ഇവിടെ ശ്രദ്ധിക്കുക, ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മോസ്റ്റ് കൺസ്യൂംഡ് വെജിറ്റബിൾ ഓയിൽ ഇൻ ദ വേൾഡ്, ഗ്ലോബലി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വേൾഡിൽ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ യൂസസും ആണ് അവിടെ പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നോക്കിക്കേ 16 ആൻസറായിട്ട് എഴുതാൻ കഴിയും അല്ലേ. പിന്നെ യൂസിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. ഇവിടെ എൻവയോൺമെൻറ്റൽ അഡ്വാൻറ്റേജ് ആണ് അല്ലേ 14-ൽ. 15-ൽ പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിൻ്റെ കാര്യമാണ്, പെർട്ടിക്കുലർ സ്പീഷീസ് പറയുന്നില്ല അല്ലേ. 18 പാം ഓയിൽ ഇൻഡസ്ട്രിയെ കുറിച്ച് അവിടെ പറയുന്നില്ല. 18, 19 ഒന്നും അവിടെ പറയുന്നില്ല. അടുത്തത് 20 ബാഡ്ലി എഫക്റ്റഡ്, സോ അതും പറയുന്നില്ല. അപ്പോൾ 16 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. പാരഗ്രാഫ് എയുടെ ആൻസർ വരുന്നത് 16 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമ്മളുടെ പാരഗ്രാഫ് ബി ആണ് അല്ലേ. മെനി ഫാമേഴ്സ് ഓപ്പർച്യൂണിറ്റി ടു മാക്സിമൈസ് പ്ലാൻ, അതായത് പല ഫാമേഴ്സും ഇത് അഡോപ്റ്റ് ചെയ്തു അല്ലേ, ഫാം ട്രീ പ്ലാന്റ് ചെയ്യുന്നത്. ഇനി 1990, 2012 ലാൻഡ് ഏരിയ ഡിവോട്ടഡ് ടു ഗ്രോ, അതായത് ഒരുപാട് 6 to 17 മില്യൺ ഹെക്ടേഴ്സ് വരെ പാം ഓയിൽ പ്ലാന്റേഷന് വേണ്ടിയിട്ട് അവരെടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അറൌണ്ട് 10% ഓഫ് ടോട്ടൽ ക്രോപ്പ് ലാൻഡ് ഇൻ ദ എൻറ്റയർ വേൾഡ്, അതായത് മൊത്തത്തിലുള്ള നമ്മളുടെ ഒരു അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ക്രോപ്സിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രോപ്പ് ലാൻഡിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10% എന്ന് പറയുന്നത് പാം ട്രീ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. 2 മില്യൺ ടൺസ് ഓഫ് പാം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. 50 ഇയേഴ്സിന് മുന്നേ 2 മില്യൺ ടൺസ് ആയിരുന്നു, ഇപ്പോൾ അത് 60 മില്യൺ ടൺസ് ആയി. അപ്പോൾ അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയും ഫിഗേഴ്സ് അല്ലെ, ആ ഒരു വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് ദ പാം ഓയിൽ ഇൻഡസ്ട്രി അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാമത്തത് ഈസി ആയിരുന്നു അല്ലേ. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. However, multiple reasons conservation cite the rapid spread of palm plantation major concern. അതായത് ഇങ്ങനെ ഒരുപാട് ലാൻഡ് പാം ട്രീക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലേ, മേജർ കൺസേൺ, ആശങ്ക. ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നു, ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു അല്ലേ, സ്പീഷീസ് പോപ്പുലേഷൻ കുറയുന്നു, ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ലാൻഡ് ക്ലിയറിങ് അല്ലേ, മൊത്തത്തിൽ ഒരു ലാൻഡ് ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ
ഒറാങ്കുട്ടാൻ അല്ലേ, റൈനോസ്, എലിഫൻസ്, ടൈഗേഴ്സ് ഇവർക്കൊക്കെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഈ പാം ട്രീ പ്ലാന്റേഷൻ മൂലം സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലേ ചില ആനിമൽസ്. സോ അങ്ങനെ പറയാൻ കഴിയുന്നത് എക്സാമ്പിൾസ് ഓഫ് ക്രീച്ചേഴ്സ്. ക്രീച്ചേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെ ഒരു പെർട്ടിക്കുലർ ക്രീച്ചർ എന്നല്ല പറയുന്നത്. ക്രീച്ചേഴ്സ് ബാഡ്ലി എഫക്റ്റഡ് ബൈ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓയിൽ പാം പ്ലാന്റേഷൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. സോ സിയുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ കുറേ കാൽക്കുലേഷനൊക്കെ വേണം. അതായത് പാരഗ്രാഫ് 8 ഉണ്ട് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 ആണ്. 7 ക്വസ്റ്റ്യൻസ് ആണ്. സോ അവിടെ ഒരു പാരഗ്രാഫ് കാണത്തില്ല. പിന്നെ റെപ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുന്നില്ല, അതുകൊണ്ട് റെപ്പറ്റീഷൻ വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിയിലേക്കാണ് പോകുന്നത്. ഡിയിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് അല്ലെ, ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിക്ക് തന്നെ വലിയൊരു ഭീഷണിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ റെയിൻ ഫോറസ്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. റെയിൻ ഫോറസ്റ്റിലാണ് എല്ലാ സ്പീഷീസും ഉള്ളത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് അല്ലെ, എൻവയോൺമെന്റലിസ്റ്റിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് കൺസ്യൂമേഴ്സ് ബാൻ ചെയ്ത് തന്നെ അല്ലേ, ഇനി മുതൽ പാം ഓയിൽ യൂസ് ചെയ്യത്തില്ലെന്ന് കൺസ്യൂമേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ. സോ അതാണ് അവിടെ അതിനെക്കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ റേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. എമർജ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇനി പേരൊന്നും വേണ്ടല്ലോ, ഈസി ടു പാം ഓയിൽ ട്രീ ഈസ് എനിമി, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എഗെയിൻസ്റ്റ് നിൽക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ പാം ഓയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് തന്നെ വളരെ പ്രശ്നമാണ്. സോ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം. സോ അവോയ്ഡ് ചെയ്യുന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. എൻവയോൺമെന്റൽ അഡ്വാൻറ്റേജ് അല്ല അല്ലേ, എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് എന്ന് പറയാൻ കഴിയത്തില്ല. ഒരു ഓർഗനൈസേഷൻ അല്ലേ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അവിടെ ഒരു ഓർഗനൈസേഷൻ എടുത്ത് പറയുന്നില്ല, അതുകൊണ്ട് 15 പറയാൻ കഴിയത്തില്ല. സോ 17 ബെനിഫിറ്റ് നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, അത് എടുക്കാൻ കഴിയത്തില്ല. ഇനി നോട്ട് ഒപ്പോസിങ് ദ പാം ഓയിൽ ഇൻഡസ്ട്രി, അതും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ, പാം ഓയിൽ ഇൻഡസ്ട്രീനെ ഒപ്പോസ് ചെയ്യാത്തത്. സോ ഇതെല്ലാം പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടേ പറയുന്നുള്ളൂ. നമ്മുടെ പാരഗ്രാഫിൽ എൻ്റയർലി നെഗറ്റീവാണ് അല്ലേ, ഇത് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരും അല്ലേ. പിന്നെ ഒരു പാരഗ്രാഫ് അവിടെ വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. എത്ര പാരഗ്രാഫ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, അങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതെങ്കിലും ഒരെണ്ണം വരാതിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതൊരു ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ഡൗട്ടാണെന്നേ ഉള്ളൂ അല്ലേ, ആൻസർ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴും കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ആർക്കും സോഫാർ ഡൗട്ട് ഇല്ല. അപ്പോൾ ഇനി ഡി നമുക്കൊരു ഡൗട്ടാണ് അല്ലേ, ഒന്നും പ്രത്യേകിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ ഇയിൽ വൺ റെസ്പോൺസ് ടു ബോയ്ക്കോട്ട് മൂവ്മെന്റ്, വൈറ്റൽ റോൾ പാം ഓയിൽ പ്ലേസ് ലിഫ്റ്റിംഗ് മെനി മില്യൺസ് ഓഫ് പീപ്പിൾ. അതായത് പലരെയും പോവർട്ടിയിലേക്ക് നയിക്കുന്നു അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ് ബോയ്ക്കോട്ട് ചെയ്യുന്നത് നിഷേധിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് അല്ലേ. ഈസ് ഇറ്റ് ഡിസൈറബിൾ ടു ഹാവ് പാം ഓയിൽ ബോയ്ക്കോട്ടഡ്, റീപ്ലേസ്ഡ്, എലിമിനേറ്റഡ്. ഇപ്പോൾ ബോയ്ക്കോട്ട് ചെയ്യുക, ഈ ഒരു മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, കൺസ്യൂമേഴ്സ് ഇത് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ കൊണ്ടുവന്നു. അതാണ് ഇതിന് മുന്നേയുള്ള പാരഗ്രാഫിൽ പറഞ്ഞത് അല്ലേ. ഇവിടെ പറയുന്നത് ആ മൂവ്മെന്റ് ബോയ്ക്കോട്ട് ചെയ്യണം. കാരണം എന്താണ്, പലർക്കും എന്താണ് പോവർട്ടിയിലേക്ക് പോകും അല്ലേ. പല ആൾക്കാർക്ക് ഇതുമൂലം ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെടും അല്ലേ. അതൊരു റീസൺ ആയിട്ട് പറഞ്ഞിട്ട് ഇത് അങ്ങനെ ബോയ്ക്കോട്ട് ചെയ്യണ്ട അല്ലേ, ഈ ഒരു മൂവ്മെന്റ് നടപ്പിലാക്കണ്ട എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ആൻസർ ഏതാണെന്ന് നോക്കാം. കണ്ടോ, ഇക്കണോമിക് ജസ്റ്റിഫിക്കേഷൻ ഫോർ നോട്ട് ഒപ്പോസിങ്. പാം ഓയിൽ ഇൻഡസ്ട്രി അല്ലെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും പോവർട്ടിയിലേക്ക് പോകും. അപ്പൊ ഇക്കണോമിക് ജസ്റ്റിഫിക്കേഷൻ അല്ലേ അത്, പലർക്കും ജോലി നഷ്ടപ്പെടും അല്ലെ, പൈസ ഇല്ലാതെ വരും, വരുമാനം ഇല്ലാതെ വരും. അപ്പൊ ഇക്കണോമിക് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കിയ പാരഗ്രാഫ് ഇ ആണ്. ഇയുടെ ആൻസർ ഏകദേശം 19 ആണ് അല്ലേ. 19 നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും.
സോ 19ന്റെ ആൻസർ ആണ് ഇ വരുന്നത്. ഇനി 14, 15, 17 ആണ്. അപ്പോൾ അത് നോക്കാം. അപ്പം നമ്മൾ ഇനി അടുത്തത് എഫിലേക്കാണ് പോകുന്നത്. ഡീഫോറസ്റ്റേഷൻ ആർഗ്യുമെന്റ് സ്ട്രേറ്റ് ഫോർവേഡ് അല്ല അല്ലേ. പ്രൊഡ്യൂസ് ലീസ്റ്റ് ഫോർ പൊട്ടൻഷ്യലി അപ്പ് 10 times മോർ ഓയിൽ പെർ ഹെക്ടർ. അതായത് സോയാബീൻ, റാപ്സ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓയിൽ കുറച്ച് സ്ഥലത്ത് തന്നെ നമ്മൾ പ്ലാന്റേഷൻ അല്ലെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഹൈ ഈൽഡ് ആണ്, പ്രോഫിറ്റബിൾ ആണ് അല്ലേ. പിന്നെ ഇക്കോളജിക്കൽ ബെനിഫിറ്റ് ആണ്. അത് കുറച്ച് ലാൻഡ് മാത്രം മതി കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലേ. 10 times മോർ പാം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. 10 times മോർ ലാൻഡ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരത്തില്ല അല്ലേ. വേറെ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും ഓയിൽ അല്ലെ, അതിൻ്റെ 10 ഇരട്ടി ഓയിൽ. അപ്പോൾ കുറച്ച് ലാൻഡിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് മറ്റുള്ള കൈൻഡ് ഓഫ് ഓയിൽസ് അല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന അത്രയും ലാൻഡ് വേണ്ട. അപ്പോൾ അവിടെ എൻവയോൺമെന്റൽ ബെനിഫിറ്റ് ആണ് നമുക്ക് പറയാൻ കഴിയുന്നത് അല്ലേ. അഡ്വാൻറ്റേജ് ആണ് അവിടെ പറയുന്നത്. സോ 17 എന്ന് പറയുന്നത് സ്പീഷീസിനെ കുറിച്ച് പറയുന്നില്ല അല്ലേ. 14 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എൻവയോൺമെന്റൽ അഡ്വാൻറ്റേജസ്, അതായത് കുറേ ലാൻഡ് അവിടെ വേണ്ട അല്ലേ. അത് എൻവയോൺമെന്റൽ അഡ്വാൻറ്റേജ് ആണ്. 15 പറയുന്നത് ഓർഗനൈസേഷനെ കുറിച്ചാണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നില്ല. സോ നമുക്കവിടെ 14 ആണ് എടുക്കാൻ കഴിയുന്നത്. കുറച്ച് ലാൻഡിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. സോ എൻവയോൺമെന്റൽ ബെനിഫിറ്റ് ആണ്. സോ 14ന്റെ ആൻസർ ആണ് നമ്മളുടെ എഫ്. കണ്ടല്ലോ, എഫ്. ഇനി അടുത്ത് 2 എന്നാണുള്ളത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നുണ്ടോ, അതായിരിക്കും നമ്മളുടെ ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ആൻസർ വരുന്നത് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റൗണ്ടിറ്റബിൾ ഓൺ സസ്റ്റൈനബിൾ പാം ഓയിൽ ഇൻഡസ്ട്രി, പാം ഗ്രോവേഴ്സ്, റീറ്റെയിലേഴ്സ് ഒക്കെ അതിലുണ്ടല്ലേ ആ ഒരു ഓർഗനൈസേഷനിൽ. ഓവർ ദ പാസ്റ്റ് ഡീക്കേഡ് gradually been reached regarding standards that have to meet in order for their product to be regarded as officially sustainable. ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനെ കുറിച്ചാണ് മൊത്തത്തിൽ പറയുന്നത് അല്ലേ. സോ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 15 ആണ് അല്ലേ. 15ന്റെ ആൻസർ വരുന്നത് നമ്മളിപ്പോൾ എടുത്ത പാരഗ്രാഫ് ജി ആണ്. സോ 15ൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. സോ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കി. കാർബൺ സ്റ്റോക്ക് കണ്ടോ, ഫോറസ്റ്റ് ക്ലിയറിംഗ്, ട്രാൻസ്പെറൻസി, ഇതൊക്കെയാണ് ആ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ്. അതിന് ഇൻസിസ്റ്റ് അപ്പോൺ അല്ലേ, അതായത് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ കുറിച്ചും പറയുന്നത് കൊണ്ട് നമ്മുടെ ആൻസർ 15 എടുക്കാൻ പറ്റും. ഇനി റിമൈനിങ് എന്ന് പറയുന്നത് 17 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡി ഉണ്ടായിരുന്നു അല്ലെ, ഡിയോ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ്. അപ്പോൾ പെർട്ടിക്കുലർ സ്പീഷീസ് ബെനിഫിറ്റ് അല്ലേ, ആ സ്പീഷീസിന് ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ സ്പീഷീസിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മാത്രം നോക്കിയാൽ മതി. ബേർഡ്സ് നെസ്റ്റ് ഫോൺ കണ്ടോ, ഗ്രോസ് ഓൺ ട്രീസ് ഇൻ ആൻ എപ്പിഫൈറ്റിക് ഫാഷൻ. ഇത് ട്രീസിലാണ് താമസിക്കുന്നത് അല്ലേ. In tropical regions, keystone species, it performs a vital ecological role. So, species-ന് benefit ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. Elwood believes reintroducing the bird's nest fawn into oil palm plantation could potentially allow these areas to recover their biodiversity. ആ ഒരു സ്പീഷീസിന്റെ ബെനിഫിറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, അതിന്റെ തിരിച്ചതിലേക്ക് കൊണ്ടുവരുന്ന കാര്യം. അപ്പോൾ എച്ച് അല്ലേ, എച്ചിന്റെ ആൻസർ എന്ന് പറയുന്നത് പിന്നെ റിമൈനിങ് ആയിട്ടുള്ള 17. ഇങ്ങനെയാണ് നമ്മളവിടെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ദ പാരഗ്രാഫ് എന്ന് പറയുന്ന സംഭവം വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആദ്യം ഓപ്ഷൻസ് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം മതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളവിടെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡന്റിഫൈ ദ പാരഗ്രാഫ് സെക്ഷൻ ഒന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൽ ഐഡന്റിഫൈ ദ പാരഗ്രാഫ് സെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത മെറ്റീരിയൽ എടുത്ത് അങ്ങനെ സെർച്ച് ചെയ്യണം. അപ്പോൾ അത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കാതെ അല്ലാതെ നമ്മൾ ഐഡന്റിഫൈ ദ പാരഗ്രാഫ് പ്രാക്ടീസ്, IELTS റീഡിങ്
ഐഡൻറ്റിഫൈ ദ പാരഗ്രാഫ് പ്രാക്ടീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം അടങ്ങിയിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ വരും. അപ്പോൾ അതിൽ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ആരും ഡൗട്ട് ചോദിച്ചതായിട്ട് കണ്ടില്ല. എനിക്ക് അറിയാലോ, ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ മെസ്സേജ് കിട്ടുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആരെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ ഓൾറെഡി പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അല്ലേ. 22 മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് 5 ഓപ്ഷൻസ് ആണ് അല്ലേ. 5 ഓപ്ഷനിൽ നിന്നും 2 ലെറ്റേഴ്സ്, അപ്പോൾ 2 എണ്ണം സെലക്ട് ചെയ്യാം. നോക്കിക്കേ, വിച്ച് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ മെയ്ഡ് അബൌട്ട് ദ റൗണ്ട് ടേബിൾ ഓൺ സസ്റ്റൈനബിൾ പാം ഓയിൽ. ഇതിൽ ഏത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് റൗണ്ട് ടേബിൾ ആയിരിക്കും അല്ലേ, റൗണ്ട് ടേബിൾ ഓൺ സസ്റ്റൈനബിൾ പാം ഓയിലിനെ കുറിച്ച് പറയുന്നത്. സസ്റ്റൈനബിൾ പാം ഓയിലിന്റെ റൗണ്ട് ടേബിൾ അല്ലെ, RFPOനെ കുറിച്ച് ഏത് 2 സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. അതിനുശേഷം നോക്കിയാലും മതി ഈ ഒരു കേസ്. ഓക്കെ, RSPനെ കുറിച്ച് ഇത് ഇവിടെയാണ് പറയുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കുക. കൺസിസ്റ്റിംഗ് ഓഫ് പാം ഗ്രോവേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, പ്രോഡക്റ്റ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, മറ്റുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസും ഉണ്ട് അല്ലേ. ഓവർ ദ പാസ്റ്റ് ഡീക്കേഡ് ഓൾസോ ആൻ ഒരു എഗ്രിമെന്റ് ഉണ്ട് അല്ലേ, ഗ്രാജുവലി ബീൻ റീച്ച് റിഗാർഡിംഗ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് പാം ഓയിൽ ഹാവ് ടു മീറ്റ് ഇൻ ഓർഡർ ഫോർ ദ പ്രോഡക്റ്റ് ടു ബി റിഗാർഡഡ് ആസ് ഒഫീഷ്യലി സസ്റ്റൈനബിൾ. അവരുടെ പ്രോഡക്റ്റ് സസ്റ്റൈനബിൾ ആണ് എന്ന് പറയണമെങ്കിൽ ചില കണ്ടീഷൻസ് അല്ലേ, എഗ്രിമെന്റ്സ് മീറ്റ് ചെയ്യണം. RSPO ഇൻസിസ്റ്റ് അപ്പോൺ നോ വിർജിൻ ഫോറസ്റ്റ് ക്ലിയറിംഗ്, ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാൻ പാടില്ല അല്ലേ. പിന്നെ ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ വ്യക്തത എന്നുള്ള മീനിങ് ആണ്. റെഗുലർ അസസ്മെന്റ് ഓഫ് കാർബൺ സ്റ്റോക്ക്, റെഗുലർലി മറ്റുള്ള ക്രൈറ്റീരിയയുടെ കൂടെ തന്നെ ഈ 3 കണ്ടീഷൻസും അവിടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ റിക്വയർമെന്റ്സ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഓയിൽ സെല്ല് ചെയ്യാനായിട്ട്, സസ്റ്റൈനബിൾ പാം ഓയിൽ എന്ന രീതിയിൽ സെല്ല് ചെയ്യാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. സോ RSPO now certifies around 12 million tons of palm oil annually. ഇത്രയും സർട്ടിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ടോട്ടൽ പാം ഓയിൽ പ്രൊഡക്ഷന്റെ 21% ആണ് അത് ആകെ സർട്ടിഫൈ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയാണ് RSPOനെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കിക്കേ, മെമ്പർഷിപ്പ് വളർന്നു എന്നവിടെ പറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെ. മെമ്പർഷിപ്പ് വളരുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നില്ലല്ലോ. മെമ്പർഷിപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇനി അടുത്തത്, സർട്ടിഫൈഡ് പ്രൊഡ്യൂസേഴ്സ് ബി ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് അബൌട്ട് ദ പ്രാക്ടീസ്. ഓപ്പണും സത്യസന്ധമായിരിക്കണം. അത് ട്രാൻസ്പെറൻസി എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ, എല്ലാത്തിലും വ്യക്തത വേണം. അപ്പോൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന വേർഡ് അവിടെ പറയുന്നത് കൊണ്ട് ഞാൻ അത് മാത്രമായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കാം. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണും ഓണസ്റ്റും ആയിരിക്കണം അല്ലേ, ക്ലിയർ, വ്യക്തമായിരിക്കണം എല്ലാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ കഴിയും അല്ലേ, ട്രാൻസ്പെറൻസി. ഇനി അടുത്തത്, സോ ബി വേണമെങ്കിൽ ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്ത് വയ്ക്കുക. സെവറൽ ഇയേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഫോർ സസ്റ്റൈനബിൾ പാം ഓയിൽ സർട്ടിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കേഷൻ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷം എടുത്തു അല്ലേ. ഒരുപാട് വർഷം എടുത്തു എന്നവിടെ പറയുന്നുണ്ടോ നോക്കാം. ഓവർ ദ പാസ്റ്റ് ഡീക്കേഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ, 10 വർഷം ഓർസോ, ഏകദേശം 10 വർഷം എടുത്തു എന്ന് പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ അല്ലേ, ഒരു പ്രോഡക്റ്റ് സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സംഭവങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 വർഷത്തോളം എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് 10 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ കഴിയും, സെവറൽ ഇയേഴ്സ്. ഇനി റെഗുലേഷൻസ് റിഗാർഡിംഗ് സസ്റ്റൈനബിലിറ്റി ആർ സ്ട്രിക്റ്റർ ദാൻ ദോസ് ഗവേണിംഗ്. മറ്റുള്ള ഇൻഡസ്ട്രീസിനെക്കാളും സ്ട്രിക്റ്റ് ആണെന്ന് അവിടെ പറയുന്നില്ല. 21% അത് സർട്ടിഫൈ ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ, പക്ഷെ അവിടെ സ്ട്രിക്റ്റ് ആണെന്നുള്ളത് അവർ എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. ഇനി ഫോംഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എൻവയോൺമെന്റലിസ്റ്റ്, പല എൻവയോൺമെന്റലിസ്റ്റിന്റെയും റിക്വസ്റ്റ് അനുസരിച്ചാണ് അത് ഫോം ചെയ്തത്. അങ്ങനെ അവിടെ പറയുന്നില്ല, അത് ഫോം ചെയ്തു എന്നേ പറയുന്നുള്ളൂ അല്ലേ. എങ്ങനെയാണ് ഫോം ചെയ്തതെന്നോ അതിന്റെ പിന്നിലുള്ള റീസണോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതും കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ഡൗട്ട് വന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ അവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല, 2 എണ്ണം ചൂസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ബിയും സി ആണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് മൂവ് ചെയ്യാം.
അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഈസി ആണല്ലേ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയതുകൊണ്ട് തന്നെ അവിടെ വേർഡ് ലിമിറ്റ് പറയും നോ മോർ ദാൻ 2 വേർഡ്സ്, 2 വേർഡ്സിൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞു അല്ലേ, ഓൾറെഡി പാരഗ്രാഫ് ഒക്കെ നോക്കിയത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയും. നോക്കിക്കേ, 23 one advantage of palm oil for manufacturers is that it stays dash even when not refrigerated. റെഫ്രിജറേറ്റ് ചെയ്തില്ലെങ്കിലും അത് എന്തായിട്ടിരിക്കും, അത് ആ ഒരു സോളിഡ് ഫോമിൽ ഇരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ നോക്കിയില്ലേ, അതിൻ്റെ അഡ്വാൻറ്റേജ്. റൂം ടെമ്പറേച്ചറിലും, അതായത് റെഫ്രിജറേറ്റ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ യുണീക്ക് പ്രോപ്പർട്ടി അല്ലേ, അത് എന്തായിട്ടിരിക്കും, സോളിഡ് ആയിട്ട് തന്നെ ഇരിക്കും. റിമെയിൻ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ അല്ലേ, സോളിഡ് ആയിട്ട് തന്നെ ഇരിക്കും റൂം ടെമ്പറേച്ചറിൽ. റൂം ടെമ്പറേച്ചറിൽ എന്ന് വെച്ചാൽ എന്താണ്, റെഫ്രിജറേറ്റ് ചെയ്തില്ലെങ്കിലും സോളിഡ് ആയിട്ട് ഇരിക്കും അല്ലേ. സോ ഇറ്റ് സ്റ്റേസ് എന്ന് വെച്ചാൽ റിമെയിൻ അല്ലേ, സോളിഡ് ആണ് അവിടുത്തെ ആൻസർ. ഇനി ദ ഡാഷ് ഇസ് ബെസ്റ്റ് നോൺ ഓഫ് ദ ആനിമൽ സഫറിംഗ് ഹാബിറ്ററ്റ് ലോസ് ആസ് എ റിസൾട്ട് ഓഫ് ദ സ്പ്രെഡ് ഓഫ് ഓയിൽ പാം പ്ലാന്റേഷൻ. ഡാഷ് ഈസ് ബെസ്റ്റ് നോൺ, എന്താണ് ഫേമസ് ആയതല്ലേ, എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. ഓഫ് ദ ആനിമൽസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സഫറിങ് ഹാബിറ്ററ്റ് ലോസ്, അതായത് ഹാബിറ്ററ്റ് ലോസ് സഫർ ചെയ്യുന്ന ആനിമൽസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആനിമൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫിലാണോ, അല്ല മൂന്നാമത്തെ പാരഗ്രാഫിലാണ് അല്ലേ. മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എൻഡേഞ്ചർഡ് സ്പീഷീസ് അല്ലേ, ഹാബിറ്ററ്റ് നഷ്ടപ്പെട്ട സ്പീഷീസിൽ ഏറ്റവും അറിയപ്പെടുന്ന മോസ്റ്റ് ഫേമസ്ലി ഇത് സുമറത്രൻ ഒറാങ്കുട്ടൻ, പിന്നെ മറ്റുള്ള ആനിമൽസും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ മോസ്റ്റ് ഫേമസ് എന്ന് പറയുന്നത് അല്ലെ, മോസ്റ്റ് പോപ്പുലർ അല്ലെങ്കിൽ വെൽ ഫേമസ് എന്ന് പറയുന്നത് സുമത്രൻ ഒറാങ്കുട്ടൻ ആണ് അല്ലെ. സുമത്രൻ ഒറാങ്കുട്ടൻ ആണ്. സുമത്രൻ ഒറാങ്കുട്ടൻ എഴുതാം അല്ലെങ്കിൽ ഒറാങ്കുട്ടൻ എഴുതാം, രണ്ടും കറക്റ്റാണ്. എന്നാലും നമ്മൾ ആ ഒരു ഫുൾ പേര് തന്നെ അവിടെ എഴുതുക. 2 വേർഡ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഫുൾ പേര് തന്നെ അവിടെ പറയുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ഡാഷ്, ഓക്കെ അടുത്തത് 25. As one of its criteria for the certification of sustainable palm oil, RSPO insists that growers check dash on a routine basis. So സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അല്ലേ, സസ്റ്റൈനബിൾ ആണ് എന്നുള്ള സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ റെഗുലർ ബേസിസിൽ ചെക്ക് ചെയ്യണം അല്ലേ, റുട്ടീൻ ബേസിസ്, അതായത് കൂടെ കൂടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്. അപ്പോൾ അത് നമ്മുടെ RSPOയുടെ പാരഗ്രാഫിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. റെഗുലർലി എന്ത് ചെക്ക് ചെയ്യണം, റെഗുലർ അസസ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫ് എന്താണ്, കാർബൺ സ്റ്റോക്സ് അല്ലെ, കാർബണിന്റെ അംശം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്, കാർബൺ സ്റ്റോക്സ് ചെക്ക് ചെയ്യണം. സോ ഇവിടെ കാർബൺ സ്റ്റോക്സ് എന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കാർബൺ സ്റ്റോക്ക് എന്ന് എഴുതരുത്, കാർബൺ സ്റ്റോക്സ് എന്ന് തന്നെ എഴുതണം അല്ലെ. ചെക്ക് കാർബൺ സ്റ്റോക്സ് ആണ് റുട്ടീൻ ബേസിസ്. ഈസി ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൽവുഡ് ആൻഡ് ഹിസ് റിസർച്ചേഴ്സ് ആർ ലുക്കിംഗ് ഇൻ ടു വെദർ ദ ബേർഡ്സ് നെസ്റ്റ് ഫേൺ കുഡ് റീസ്റ്റോർ ഡാഷ് ഇൻ ഏരിയ. സോ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ എന്ത് റീസ്റ്റോർ ചെയ്യാൻ കഴിയും, ഈ ഒരു ഫേൺ, അത് ഓൾറെഡി നമ്മൾ നോക്കിയില്ലേ ലാസ്റ്റ് പാരഗ്രാഫിൽ. അപ്പോൾ എന്ത് റീസ്റ്റോർ ചെയ്യാൻ കഴിയും, സോ റീസ്റ്റോർ അല്ലേ, അതാണ് അവിടുത്തെ കീവേഡ്. എന്ത് റീസ്റ്റോർ ചെയ്യാൻ കഴിയും, ഇവിടെ റീഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. റീഇൻട്രൊഡ്യൂസ് ബേർഡ്സ് നെസ്റ്റ് ഫോൺ ഇൻ ടു ഓയിൽ പൊട്ടൻഷ്യലി അലോ റിക്കവർ അല്ലേ. റിക്കവർ എന്ന് വെച്ചാൽ എന്താണ്, റീസ്റ്റോർ ചെയ്യാൻ കഴിയുക ദെയർ ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ സിനോണിം നോക്കിയാൽ മതി, റിക്കവറിന് പകരം റീസ്റ്റോർ ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് അല്ലേ. റീസ്റ്റോർ കണ്ടോ, അപ്പോൾ എന്ത് റീസ്റ്റോർ ചെയ്യുക, ഇവിടെ റിക്കവർ, ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ബയോഡൈവേഴ്സിറ്റി. അപ്പം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഐഡന്റിഫൈ ദ പാരഗ്രാഫ് അല്ലെങ്കിൽ ഹെഡ്ലൈൻ മാച്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ചില കേസസിൽ നമുക്ക് നോക്കാതെ തന്നെ ആൻസേഴ്സ് എഴുതാൻ കഴിയും കേട്ടോ, അത്രയ്ക്കും ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടൈം തരാം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചു പോവാം. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇടുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ആണല്ലേ, സോ നിങ്ങൾക്ക് ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇടുക, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇത് കാണാൻ കഴിയും, പക്ഷെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആരും ഡൗട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്, പാർട്ട് 3യിലേക്ക് പോവാം.
അപ്പോൾ പാർട്ട് 3 ബിൽഡിംഗ് ദ സ്കൈ ലൈൻ അല്ലേ. സോ സ്കൈ ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന വലിയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം. അപ്പോൾ ഇവിടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇത് കേംബ്രിഡ്ജിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. സോ അതുകൊണ്ട് ഈ മോഡലിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ 27 to 31 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ വന്നാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം. പിന്നെ ഒരു പെർട്ടിക്കുലർ പാരഗ്രാഫിൽ അവർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പിന്നെ നമുക്ക് കിട്ടും. ഇനി വരുന്നത് യെസ് നോ നോട്ട് ഗിവൺ ആണ് കേട്ടോ. യെസ് നോ നോട്ട് ഗിവൺ. പിന്നീട് വരുന്ന സെക്ഷൻ ഓക്കെ ഓപ്ഷൻസ് വച്ചിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അത് നമുക്ക് വേഗം നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. ഇപ്പോൾ സ്കൈ ലൈനിനെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണ്ട, ഇൻസ്ട്രക്ഷൻസ് നോക്കണ്ട. അപ്പോൾ ഇവിടെ ABCD അല്ലേ, 4 ആണ്. വാട്ട് പോയിന്റ് ഡസ് ഷെസ്റ്റോ മേക്ക് അബൌട്ട് ബാർസ് ബുക്ക് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. സോ ഷെസ്റ്റർ അല്ലേ, ഷെസ്റ്റർ അദ്ദേഹത്തിൻ്റെ ബാർസിൻ്റെ ബുക്ക് അല്ലേ, ബാർസ് ബുക്കിനെ കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ത് പോയിന്റാണ് അദ്ദേഹം പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് പോകാം അല്ലേ. ഇറ്റ് ഗിവ്സ് എ ഹൈലി ഒറിജിനൽ എക്സ്പ്ലനേഷൻ ഫോർ അർബൻ ഡെവലപ്മെന്റ്. അർബൻ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒറിജിനൽ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എലമെന്റ്സ് ഓഫ് ബാർസ് റിസർച്ച് പേപ്പേഴ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ത്രൂ ഔട്ട് ദ ബുക്ക്. അപ്പോൾ ബാർസിന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ചുള്ള കാര്യം അല്ലെ, അതിൻ്റെ കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല പല എലമെന്റ്സ്, ആസ്പെക്ട്. അതർ ബുക്സ് ദാറ്റ് ആർ അവൈലബിൾ ഓൺ ദ സബ്ജക്ട് ഹാവ് ടേക്കൺ എ ഡിഫറെന്റ് അപ്രോച്ച്. ഇതുപോലെയുള്ള മറ്റുള്ള ബുക്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ അപ്രോച്ച് അല്ല ഫോളോ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ഇറ്റ് കവേഴ്സ് എ റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂയോർക്ക്. ന്യൂയോർക്കിന്റെ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്ത ഒരുപാട് ഫാക്ടേഴ്സ് അല്ലേ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹത്തിന്റെ ബുക്കിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ബാർസിന്റെ ബുക്കിനെ കുറിച്ച്. ഇൻ ദ ബിൽഡിംഗ് സ്കൈലൈൻ റീഡ്. ഓക്കെ, ഇൻ ദ ബിൽഡിംഗ് സ്കൈലൈൻ എന്ന് പറയുമ്പോൾ അവിടെ ബുക്കായിരിക്കും അല്ലേ, ബാറിന്റെ ബുക്കാണ്. ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഓഫ് ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് അത്. ജിയോളജി, ഹിസ്റ്ററി, ഇക്കണോമിക്സ് എല്ലാം ഉണ്ട് അല്ലേ. A lot of data to explain why business clusters developed where they did and how early decisions of workers and firms shaped the skyline we see today. ഇനി organized into 2 distinct parts. 2 പാർട്ടായിട്ടാണ്. ഹിസ്റ്ററിക്കൽ അഡ്രസ്സസ് ന്യൂയോർക്ക് സെറ്റിൽമെന്റ് ആൻഡ് ഗ്രോത്ത്. ന്യൂയോർക്കിന്റെ സെറ്റിൽമെന്റും ഗ്രോത്തിനെയും കുറിച്ചാണ് പറയുന്നത്. ഇനി സെക്കൻഡിൽ പറയുന്നത് 20th century അല്ലേ, കമ്പൈലേഷൻ ഓഫ് ചാപ്റ്റേഴ്സ് കമന്റിങ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ന്യൂയോർക്ക് അർബൻ ഡെവലപ്മെന്റ്. അപ്പോൾ അർബൻ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ കാര്യമാണെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട് അല്ലേ. ഇനി ആദ്യം ന്യൂയോർക്ക് സിറ്റിയുടെ സെറ്റിൽമെന്റ് എങ്ങനെയാണ് വന്നത്, അതിന്റെ ഗ്രോത്ത് അല്ലേ, പിന്നെ അതിന്റെ ആ ഡെവലപ്മെന്റിന്റെ പല പല ആസ്പെക്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്നത് മൊത്തത്തിൽ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്ത കുറേ ഫാക്ടേഴ്സിനെ കുറിച്ചല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ പറയാൻ കഴിയും അല്ലേ. റിസർച്ച് പേപ്പർ എന്നോ ഒറിജിനൽ എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ പറയുന്നില്ല അല്ലേ. പിന്നെ ഡിഫറെന്റ് അപ്രോച്ചാണ് മറ്റുള്ള ബുക്സിന്, അങ്ങനെ അവിടെ എടുത്തു പറയുന്നില്ല. എടുത്തു പറയുന്നത് എന്താണ്, ന്യൂയോർക്ക് ഡെവലപ്മെന്റ് മൊത്തത്തിൽ ആ ഒരു ന്യൂയോർക്ക് സിറ്റിയെ കുറിച്ചാണ് അല്ലേ, അതിന്റെ ഡെവലപ്മെന്റും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് പറയാൻ കഴിയും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. ഹൗ ഡസ് ഷെസ്റ്റർ റെസ്പോണ്ട് ടു ദ ഇൻഫർമേഷൻ ഇൻ ദ ബുക്ക് അബൌട്ട് ടെനമെന്റ്സ്. ടെനമെന്റ്സിനെ കുറിച്ച് അല്ലേ, ടെനമെന്റ്സിനെ കുറിച്ചുള്ള ബുക്ക്, ഇൻഫർമേഷൻ ഇൻ ദ ബുക്ക് അബൌട്ട് ടെനമെന്റ്സ് അല്ലേ. ടെനമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനെ കുറിച്ച് ഷെസ്റ്റർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബുക്കിൽ ടെനമെന്റ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെനമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനെ കുറിച്ച് അദ്ദേഹം എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷെസ്റ്റർ. ഹി ഡിസ്ക്രൈബ്സ് ദ റീസൺസ് ഫോർ ബാർസ് ഇൻട്രസ്റ്റ്. ബാറിന് ഇൻട്രസ്റ്റ് വരാനായിട്ടുള്ള റീസൺ ഇതൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഷീ ഇൻഡിക്കേറ്റ്സ് ദ പൊട്ടൻഷ്യൽ പ്രോബ്ലം വിത്ത് ബാർസ് അനാലിസിസ്. ബാർസ് അനാലിസിസിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അല്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. കമ്പയർസ് ബാർസ് കൺക്ലൂഷൻ വിത്ത് ദാറ്റ് ഓഫ് അതർ റൈറ്റേഴ്സ്. ബാറിന്റെ കൺക്ലൂഷനും മറ്റുള്ള റൈറ്റേഴ്സിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഷീ പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് അബൌട്ട് ദ സോഴ്സസ് ബാർ യൂസ് ഫോർ ഹിസ് റിസർച്ച്. റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത്
സോഴ്സസിനെ കുറിച്ച്. അപ്പോൾ ഇതിലേതാണ് പറയുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ടെനമെന്റ്സ് അല്ലേ, ടെനമെന്റ്സ് എവിടെയാണ് പറയുന്നത് എന്ന് നോക്കുക അല്ലേ. അപ്പോൾ ടെനമെന്റ്സ് എന്നുള്ളത് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഓൾറെഡി നോക്കിയല്ലേ. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ടെനമെന്റ്സ്. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ടെനമെന്റ്സ് ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ചെക്ക് ചെയ്യാം. ഇങ്ങനെ മാത്രം നോക്കി പോയാൽ മതി. ഇപ്പോൾ ടെനമെന്റ്സിനെ കുറിച്ച് അവിടെ പറയുന്നില്ല അല്ലേ. ഇനി അടുത്തതിൽ ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷൻ ഗ്രിഡ് സിസ്റ്റം സിവിൽ വാർ അല്ലേ, എക്സിസ്റ്റിംഗ് ടെനമെന്റ്സ്. ഓക്കെ, ഇപ്പോൾ ടെനമെന്റ്സിനെ കുറിച്ച് ഇത് ഇവിടെയാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, അത് സെന്റൻസ് ഐ വുഡ് ഹാവ് ലൈക്ക് ബാർ ടു എക്സ്പാൻഡ് അപ്പോൺ ഹിസ് ക്ലെയിം ദാറ്റ് existing tenements prevented skyscrapers in certain neighborhoods because likely no skyscraper developer was interested in performing the necessary slum clearance. So അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലെയിം അല്ലെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, എക്സിസ്റ്റിംഗ് ടെനമെന്റ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഐ വുഡ് ഹാവ് ലൈക്ഡ് അല്ലേ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ ടെനമെന്റ്സിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് അല്ലേ. അതായത് അദ്ദേഹത്തിന്റെ അനാലിസിസിൽ ചെറിയ രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടല്ലേ, അതായത് ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു അല്ലേ. അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, മറ്റുള്ള റൈറ്റേഴ്സിനെ കുറിച്ചുള്ള കമ്പാരിസൺ പറയുന്നില്ല അല്ലേ. എന്തൊക്കെ സോഴ്സ് ആണ് യൂസ് ചെയ്തത് അങ്ങനെയല്ല, കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അനാലിസിസിൽ ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ നല്ലതാണല്ലേ. ഇപ്പോഴത്തെ അനാലിസിസിൽ പ്രോബ്ലം ഉണ്ട്, അതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലേ, അങ്ങനെയുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആൻസർ വരുന്നത് ബി ആണ്, രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. വാട്ട് ഡസ് ഷെസ്റ്റർ സേ അബൌട്ട് ചാപ്റ്റർ 6 ഓഫ് ദ ബുക്ക്. ചാപ്റ്റർ 6നെ കുറിച്ച് എന്താണ് പറയുന്നത്? കോൺഫ്ലിക്റ്റിംഗ് ഡേറ്റ, ഫോക്കസസ് ടു മച്ച് ഓൺ പോസിബിൾ ട്രെൻഡ്സ്. ഇപ്പോഴത്തെ ട്രെൻഡ്സിനെ കുറിച്ച് അല്ലേ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ടു സ്പെഷ്യലൈസ്ഡ് ഫോർ മോസ്റ്റ് റീഡേഴ്സ്, പല റീഡേഴ്സിന് ഇത് സ്പെഷ്യലൈസ്ഡ് ആണല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇറ്റ് ഡ്രോസ് സം റിസർച്ച് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ്, ആവശ്യമില്ലാത്തല്ലേ. ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് വെച്ചാൽ കാലം കഴിഞ്ഞു അല്ലേ, അങ്ങനെയുള്ള ഒരു റിസർച്ചിനെ കുറിച്ച് എന്തോ കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം. 6 അല്ലേ, ചാപ്റ്റർ 6. അപ്പോൾ ഇതിന് ശേഷമായിരിക്കാം ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. ഇവിടെ ചാപ്റ്റർ 3 ആണ് പറയുന്നത് അല്ലേ, ചാപ്റ്റർ 3 ഫോക്കസസ്. അവിടെ ഇല്ല. ചാപ്റ്റർ 4 അല്ല അല്ലേ, പാർട്ട് 2 ഓഫ് ദ ബിഗ്. ചാപ്റ്റർ 5 ഇവിടെ അല്ലേ, പിന്നെ ഇവിടെ വരുന്ന ചാപ്റ്റർ 7. അപ്പോൾ ചാപ്റ്റർ 6 എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ എവിടെയും ഉണ്ടല്ലേ. സോ ഇവിടെയാണ് പറയുന്നത് ചാപ്റ്റർ 6. ചാപ്റ്റർ 6 അങ്ങനെ നോക്കി പോയാൽ മതി. ചാപ്റ്റർ 6 എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും അല്ലേ. സോ ചാപ്റ്റർ 6 ഡേറ്റ ഓൺ ബിൽഡിംഗ് ഹൈറ്റ് ത്രൂ ഔട്ട് 20th century ആൻഡ് യൂസസ് റിഗ്രഷൻ അനാലിസിസ് ടു predict the building construction. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വൈ ലെസ് ടെക്നിക്കൽ ദാൻ ദ റിസർച്ച് പേപ്പർ ഓൺ വിച്ച് ചാപ്റ്റർ ഈസ് ബേസ്ഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് പ്രോബബ്ലി മോർ ടെക്നിക്കൽ ദാൻ വുഡ് ബി പ്രിഫേർഡ് ബൈ എ ജനറൽ ഓഡിയൻസ്. ഒരു ജനറൽ ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടല്ല, അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ടെക്നിക്കൽ ആണെന്നാണ് പറയുന്നത്. അതായത് എല്ലാ ഓഡിയൻസിനും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല അല്ലേ, കുറച്ചും കൂടെ ടെക്നിക്കൽ ആണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്പെഷ്യലിസ്റ്റിന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള മീനിങ് അല്ലേ. ജനറൽ ഓഡിയൻസിന്റെ അല്ല, അതിനേക്കാളും കൂടുതൽ ടെക്നിക്കൽ. സോ ജനറൽ ഓഡിയൻസിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയത്തില്ല അല്ലേ. സോ സ്പെഷ്യലിസ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അങ്ങനെ വരുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആണല്ലേ, ജനറലൈസ്ഡ് അല്ല. സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. വാട്ട് ഡസ് ഷെസ്റ്റർ സജസ്റ്റ് അബൌട്ട് ദ ചാപ്റ്റേഴ്സ് ഫോക്കസിങ് ഓൺ 1920s ബിൽഡിംഗ് ബൂം. 1920s ബിൽഡിംഗ് ബൂം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഷെസ്റ്റർ സജസ്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് അല്ലേ. 1920s ബിൽഡിംഗ് ബൂം ഫോക്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് അദ്ദേഹം എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ദ ഇൻഫർമേഷൻ ഷുഡ് ഹാവ് ബീൻ ഓർഗനൈസ്ഡ് ഡിഫറെൻ്റ്ലി. ഇൻഫർമേഷൻ വേറെ രീതിയിലായിരുന്നു ഓർഗനൈസ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. മോർ ഫാക്ട്സ്
are needed about the way construction was financed. കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഫിനാൻസ് ചെയ്തത് അല്ലേ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഫാക്ട്സ് അവിടെ വേണമായിരുന്നു. ദ എക്സ്പ്ലനേഷൻ ദാറ്റ് ഇസ് ഗിവൺ ഫോർ ദ ബിൽഡിംഗ് ബൂം ഈസ് അൺലൈക്ലി. ആ ബിൽഡിംഗ് ബൂമിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അൺലൈക്ലി. ലൈക്ലി എന്ന് വെച്ചാൽ അങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലെ, അൺലൈക്ലി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. സം പാർട്സ് വിൽ ഹാവ് ലിമിറ്റഡ് അപ്പീൽ ടു സർട്ടൺ പീപ്പിൾ. ചില പാർട്സ് അല്ലെ, ഒരു ബുക്കിന്റെ ചില പാർട്സ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അട്രാക്റ്റീവ് അല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് മാത്രമാണ് അല്ലെ, അപ്പീലാണ്. അപ്പൊ ഇതിൽ എന്താണ് അദ്ദേഹം 1920s ബിൽഡിംഗ് ബൂമിന്റെ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1920s ബിൽഡിംഗ് ബൂം എവിടെയാണെന്ന് നോക്കണം അല്ലെ. ഇവിടെ ബിൽഡിംഗ് ബൂം ഓഫ് 1920s അത് ഈസി ആയിട്ട് കിട്ടാൻ കഴിയും. ചാപ്റ്റർ 8. അപ്പൊ അതിൽ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ലെങ്തി ഡിസ്കഷൻസ് ഓഫ് ദ അർബൻ ഇക്കണോമിക് തിയറി ദാറ്റ് മേ സെർവ് ആസ് എ ഡിസ്ട്രാക്ഷൻ ടു റീഡേഴ്സ് പ്രൈമറിലി ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ മാത്രം അല്ലെ, അതിന്റെ കാര്യങ്ങൾ മാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള റീഡേഴ്സിന് ഒരു ഡിസ്ട്രാക്ഷൻ ആണ് ഈ അർബൻ ഇക്കണോമിക് തിയറി. അതിനെക്കുറിച്ചുള്ള ലെങ്തി ആയിട്ടുള്ള ഡിസ്കഷൻ പറഞ്ഞാൽ ന്യൂയോർക്കിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ന്യൂയോർക്കിനെ മാത്രം കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്ത് വായിക്കുന്നവർക്ക് അതൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കിക്കേ. അതായത് അവർക്ക് അത്രത്തോളം അങ്ങ് ഇൻട്രസ്റ്റഡ് അല്ല അല്ലെ, ന്യൂയോർക്കിന്റെയാണ് അവർക്ക് കൂടുതൽ അപ്പീലിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് അർബൻ പീപ്പിളിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ലിമിറ്റഡ് അപ്പീലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ. ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ എനിക്കായിരിക്കും ഈസി ആയിട്ട് തോന്നുന്നത് അല്ലേ. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ. ഏത് പാർട്ടിലാണെങ്കിലും ഡൗട്ട്സ് ചോദിക്കാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. വാട്ട് ഇംപ്രസസ് ഷെസ്റ്റർ ദ മോസ്റ്റ് അബൌട്ട് ദ ചാപ്റ്റർ ഓൺ ലാൻഡ് വാല്യൂസ്. ലാൻഡ് വാല്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഷെസ്റ്ററിന് ഏറ്റവും ഇംപ്രഷൻ അല്ലെ, എന്താണ് കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്? ദ ബ്രോഡ് ടൈം പീരീഡ് ദാറ്റ് ഇസ് കവേർഡ്. വലിയൊരു ടൈം പീരീഡ് അല്ലെ. ദ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ബാർ ആസ്ക് ചെയ്യുന്ന ചോദിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദ നേച്ചർ ഓഫ് ദ റിസർച്ച് ഇൻ ടു ദ ടോപ്പിക്. ആ റിസർച്ചിന്റെ നേച്ചർ അല്ലെ. ദ റെക്കമെൻഡേഷൻസ് ബാർ മേക്സ് ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്ന റെക്കമെൻഡേഷൻ. ഇതിലേതാണ് ഷെസ്റ്ററിനെ അല്ലെ ഇംപ്രസ് ചെയ്യുന്നത്? ലാൻഡ് വാല്യൂസിന്റെ ചാപ്റ്റർ ആണ് അല്ലെ. സോ ലാൻഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ലാൻഡ് വാല്യൂ. The data work that went into 3 estimations is particularly impressive. So impressive എന്ന് പറയുന്നത് നോക്കിക്കേ. The data work that went into these estimations. ആ ഒരു ഡേറ്റ വർക്ക് അല്ലേ, ഡേറ്റ വർക്കാണ് ഇംപ്രസീവ് ആണെന്ന് പറയുന്നത്. സോ ഡേറ്റ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ്? ടൈം പീരീഡ് പറയാൻ കഴിയത്തില്ല അല്ലേ. ക്വസ്റ്റ്യൻ ആണോ? അല്ല. പിന്നെ റെക്കമെൻഡേഷൻ അല്ല, ഫ്യൂച്ചർ റെക്കമെൻഡേഷൻ അല്ല. ഡേറ്റ വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ ഉദ്ദേശിക്കുന്ന റിസർച്ച് ആണ് അല്ലേ. ആ ഡേറ്റയിലുള്ള വർക്ക്, അതായത് റിസർച്ച് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് റിസർച്ച് എന്നുള്ളത് പറയാൻ കഴിയും. അപ്പോൾ 31ന്റെ ആൻസർ വരുന്നത് സി ആണ്. അപ്പോൾ നമ്മുടെ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് എസ്പെഷ്യലി വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മൾ പറയും അല്ലേ. പക്ഷേ ഈ ഒരു കേസിൽ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഇനി അടുത്തത് 32 to 35 ആണ്. അപ്പോൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ. അത് ഞാൻ എപ്പോഴും മനഃപൂർവ്വം പറയുന്നതാണ് കേട്ടോ, നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യെസ് നോ നോട്ട് ഗിവൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32. The description in the first chapter of how New York probably looked from the air in the early 1600s lacks interest. അതായത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ ന്യൂയോർക്ക് പ്രോബബ്ലി ലുക്ക് ഫ്രം ദ എയർ. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഏർലി 1600s അല്ലെ. അതിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്തിനെ കുറിച്ചാണെന്നുള്ളത് ആദ്യം നോക്കണം, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നുള്ളത് നോക്കണം അല്ലേ. സോ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്.
ഫസ്റ്റ് ചാപ്റ്റർ. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്, അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചെക്ക് ചെയ്താലും മതി അല്ലേ. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബൈ ടേക്കിംഗ് ദ റീഡർ ഓൺ എ ഹെലികോപ്റ്റർ ടൈം മെഷീൻ. സോ ടൈം മെഷീനിലേക്കാണ് പോകുന്നത് അല്ലേ, സ്കൈയിൽ നിന്ന് നോക്കുന്നത്. ഇനി സബ്റ്ററേനിയൻ വാക്കിംഗ് ടൂർ ഓഫ് ദ സിറ്റി അല്ലെ, ലൊക്കേഷൻ ഓഫ് റോക്ക് ആൻഡ് വാട്ടർ ബിഫോർ ടേക്കിംഗ് ദ റീഡർ ബാക്ക് ടു ദ സർഫസ്. ഹിസ് ലവ് സിറ്റി കംസ് ത്രൂ ആസ് ഹി ഡിസ്ക്രൈബ്സ് വേരിയസ് ഫൺ ഫാക്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ. ഫാസിനേറ്റിംഗ് അക്കൗണ്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള മീനിങ് ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലുക്ക് ഫ്രം ദ എയർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഹെലികോപ്റ്ററിന്റെ മുകളിൽ നിന്ന് നോക്കുന്നു അല്ലേ. അപ്പൊ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ പാസേജിൽ ഫാസിനേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഫാസിനേഷൻ എന്ന വേർഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫാസിനേറ്റിംഗ് അക്കൗണ്ട് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് പറയുന്നത് കൊണ്ട് ആൻസർ വരുന്നത് ഫോൾസ് അല്ല, ആൻസർ വരുന്നത് നോ. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 33. ചാപ്റ്റേഴ്സ് 2 and 3 പ്രിപ്പയർ ദ റീഡർ വെൽ ഫോർ മെറ്റീരിയൽ യെറ്റ് ടു കം. അതായത് ചാപ്റ്റർ 2ഉം 3യും റീഡേഴ്സിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു ഇനി വരാനിരിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് അല്ലെ. നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ റീഡറിന് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ, റീഡറിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സോ 33, 2 and 3 അല്ലെ. അപ്പോൾ നോക്കിക്കേ, ചാപ്റ്റർ 2 and 3 ഇനി വരാനിരിക്കുന്ന മെറ്റീരിയലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു. 2 ഫോക്കസിങ് ഓൺ ഏർലി ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് അല്ലെ. 3 ഫോക്കസസ് ഓൺ ലാൻഡ് യൂസ് ബിഫോർ സിവിൽ വാർ. ഇൻഫോർമേറ്റീവ്, വെൽ റിസർച്ച്ഡ് അല്ലെ. സെറ്റ് ദ സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു അല്ലെ, ഫോർ ദ ഇക്കണോമിക് അനാലിസിസ് ദാറ്റ് കംസ് ലേറ്റർ ഇൻ ദ ബുക്ക്. പിന്നീട് വരാനിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ അല്ലെ, ഇക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. സെറ്റ് ദ സ്റ്റേജ്, പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള മീനിങ് ആണല്ലേ. സ്റ്റേജ് സെറ്റ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. അടുത്ത് വരാനിരിക്കുന്ന ലേറ്റർ അല്ലെ, വരാനിരിക്കുന്ന ഇക്കണോമിക് അനാലിസിസിന്റെ കാര്യം ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? യെസ് ആയിരിക്കും അല്ലെ. കാര്യം പറയുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ യെസ് ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത 34. ദി ബിഗസ്റ്റ് പ്രോബ്ലം ഫോർ മെനി 19th century ന്യൂയോർക്ക് ഇമിഗ്രന്റ് നെയ്ബർഹുഡ് വാസ് എ ലാക്ക് ഓഫ് അമ്യൂണിറ്റീസ്. അതായത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് 19th centuryയിൽ ന്യൂയോർക്കിൽ വന്ന ഇമിഗ്രൻസ് അല്ലെ, ഇമിഗ്രന്റ് നെയ്ബർഹുഡ് ഫോളോ ചെയ്തിരുന്ന അല്ലെ, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന സഫർ ചെയ്തിരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു അല്ലെ, അമ്യൂണിറ്റീസ്, അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ 19th century ന്യൂയോർക്ക് ഇമിഗ്രൻസ് അതാണ് നമ്മളുടെ കീവേഡ്. ടെനമെന്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, വന്ന് താമസിക്കുന്നവര്. സോ 19th century ഇമിഗ്രേഷനെ കുറിച്ച് എവിടെയാണ് പറയുന്നത് നോക്കുക. സോ അവരുടെ പ്രോബ്ലം എന്താണെന്ന് നോക്കുക. സോ അമ്യൂണിറ്റീസ് ഇല്ല എന്നുള്ളത് ലിമിറ്റിംഗ് ഫാക്ടർ ഡെവലപ്പേഴ്സ് അവിടെയൊന്നും പറയുന്നില്ല അല്ലെ. ഇവിടെ ടെനമെന്റ്സ് അല്ലെ, നെയ്ബർഹുഡ് ടെനമെന്റ്സ്, ഇമിഗ്രേഷൻ അല്ലെ. സോ അവർക്ക് analyzes their locations in terms of amenities available in the area. സോ അവിടെ അവർ ലൊക്കേഷൻസ് അമ്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അല്ലേ, ആ ഒരു ഫാക്ടറിലാണ് അവരത് അനലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ടോ? അവർ അങ്ങനെ ഒരു പ്രോബ്ലം സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പോൾ പറയാത്തത് കൊണ്ട് നമുക്ക് അവിടെ ആൻസർ വരുന്നത് നോട്ട് ഗിവൺ ആയിരിക്കും. അപ്പോൾ കീവേഡ് നോക്കിയിട്ട് വേണം ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട്. നോട്ട് ഗിവൺ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് ഇൻ ദ 19th century ന്യൂയോർക്ക് ഇമിഗ്രന്റ് നെയ്ബർഹുഡ്സ് ടെൻഡഡ് ടു കോൺസെൻട്രേറ്റ് അറൌണ്ട് ദ ഹാർബർ. ഹാർബറിന്റെ ആ ഒരു ഏരിയയിലാണ് അവർ കൂടുതലായിട്ടും ടെനൻസ് അല്ലെ, അല്ലെങ്കിൽ നെയ്ബർഹുഡ്സ്, ഇമിഗ്രന്റ് നെയ്ബർഹുഡ്സ് ഫോക്കസ് ചെയ്തിരുന്നത് അല്ലെ, കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഹാർബറിന്റെ ചുറ്റും. സോ 19th centuryയിൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഹാർബറിന്റെ ചുറ്റുമാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അവിടെ തന്നെയാണ് ആൻസർ വരുന്നത് അല്ലെ. ഹാർബറിന് ചുറ്റുമാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. വേറൊരു ഏരിയ ആണ് പറയുന്നത് അല്ലെ.
ഇൻഡസ്ട്രീസ് ആണ് അല്ലേ. ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രീസ് ലൊക്കേറ്റഡ് ഓൺ ദ വാട്ടർ ഫ്രണ്ട് ആൻഡ് വെൽത്തി നെയ്ബർഹുഡ്സ് ബോർഡറിംഗ് സെൻട്രൽ പാർക്ക്. സോ ഇതാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത് അല്ലെ. മോസ്റ്റ് ഓഫ് ദീസ് എൻക്ലേവ്സ് ആർ ലൊക്കേറ്റഡ്, അവർ കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരുന്നത് ഈ പെർട്ടിക്കുലർ പ്ലേസസിലാണ്. ഹാർബർ എന്ന് അവിടെ പറയുന്നില്ല അല്ലേ. അപ്പോൾ ഹാർബർ അല്ല എന്നുള്ളത് നമുക്ക് അവിടെ ക്ലിയർ ആണ്. സോ ഹാർബർ അല്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മളുടെ ആൻസർ വരുന്നത് അല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ നോ ആണ് ആൻസർ വരുന്നത്. അല്ല എന്നുള്ള ഉത്തരം കിട്ടിയത് കൊണ്ട് ആൻസർ വരുന്നത് നോ ആണ്. ഓക്കെ, അപ്പോൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ അല്ലെ. നോയും നോട്ട് ഗിവണും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് യൂഷ്വലി തേർഡ് സെക്ഷനിൽ വരുമ്പോൾ ഡിഫിക്കൽട്ട് ആണ് എന്ന് ഞാൻ പറഞ്ഞു, എന്നാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ചാപ്റ്റർ 7 എന്ന് പറയുന്നുണ്ട് അല്ലേ, ബെഡ് റോക്ക് മിത്ത്. ചാപ്റ്റർ 7 എന്ന് പറയുന്നതുകൊണ്ട് ചാപ്റ്റർ 7 നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ചാപ്റ്റർ 7 ആ ലൊക്കേഷനിലേക്ക് പോവുക, എന്നിട്ട് നോക്കുക. ബാർ ഇൻഡിക്കേറ്റ്സ് ഹൗ ദ ലാക്ക് ഓഫ് ബെഡ് റോക്ക് ക്ലോസ് ദ സർഫസ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ വൈ skyscrapers are absent from dash. So bar ഇൻഡിക്കേറ്റ് ചെയ്യുന്നു how the lack of bedrock close to the surface. ഇത് ബെഡ്റോക്ക് എന്ന് പറയുന്നത് സർഫസിന്റെ അത്രത്തോളം അടുത്താണ് അല്ലേ. does not explain why skyscrapers are absent from. So skyscrapersന് എന്താണ് ആബ്സെന്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 7 skyscrapersന് എന്താണ് ആബ്സെന്റ് ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സ്കൈസ്ക്രേപ്പേഴ്സ് എന്തോ ഒരു പെർട്ടിക്കുലർ സംഭവം ആബ്സെന്റ് ആണെന്നുള്ളത് എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചാപ്റ്റർ 7 പോകണം അല്ലേ. ബെഡ്റോക്ക് മിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ആബ്സെൻസ് ഓഫ് ബെഡ്റോക്ക് ക്ലോസ് ടു കണ്ടോ, സർഫസ് ബിറ്റ്വീൻ ഡൗൺ ടൗൺ ആൻഡ് മിഡ് ടൗൺ വാലി ഇസ് ദ റീസൺ ഫോർ skyscrapers not being built between two urban centers. സോ അർബൻ സെന്റേഴ്സിന്റെ ഇടയിൽ എന്തുകൊണ്ട് സ്കൈസ്ക്രേപ്പേഴ്സ് വയ്ക്കാത്തത് എന്നുള്ള റീസൺ ആണ് അവിടെ പറയുന്നത് അല്ലേ. സോ വൈ skyscrapers are absent from dash എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആബ്സെന്റ് ഫ്രം രണ്ട് അർബൻ സെന്റേഴ്സിന്റെ ഇടയിൽ അല്ലെ വയ്ക്കാത്തതിന്റെ റീസൺ. സോ രണ്ട് അർബൻ സെന്റർ അല്ലെ, രണ്ട് പെർട്ടിക്കുലർ പ്ലേസിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പ്ലാൻസ്, എക്സ്പെൻസ്, വാട്ടർ ലെവൽ, അതൊന്നും പ്ലേസ് അല്ല അല്ലെ. എക്സ്കവേഷൻസ്, ഡിസ്റ്റൻസിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഇമ്പോസിബിൾ ടാസ്ക്, അസോസിയേറ്റഡ് റിസ്ക്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അവിടെ പ്ലേസ് ആയിട്ട് പറയുന്നത്, പ്ലേസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത് ഏതാണ്, സ്പെസിഫിക് ഏരിയാസ് എന്ന് പറയുന്നതാണ് അല്ലേ. അത് മാത്രമല്ല ഇവിടെ ഒരു എന്താണ് പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്നത്. സോ സ്പെസിഫിക് ഏരിയാസ് നമുക്ക് അവിടെ പറയാൻ കഴിയും. ഇനി 36 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. 36 ആബ്സെന്റ് ഫ്രം സ്പെസിഫിക് ഏരിയാസ് അല്ലേ, രണ്ട് അർബൻ സെന്റേഴ്സ്, അതിന് പകരം സ്പെസിഫിക് ഏരിയാസ് എന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ 36ന്റെ ആൻസർ സ്പെസിഫിക് ഏരിയാസ് എന്നല്ല, എച്ച് എന്നാണ് വരുന്നത് അല്ലേ, എച്ച്. ഇനി അടുത്തത് 37 ആണ്. He points out that although the cost of foundations increases when bedrock is deep below the surface, this cannot be regarded as dash. അതായത് ഈ ബെഡ്റോക്ക് എന്ന് പറയുന്നത് അങ്ങ് ആഴത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അല്ലേ, ഫൗണ്ടേഷൻസിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെങ്കിലും അത് എന്തോ ഒരു സംഭവമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല. എന്ത് സംഭവമായിട്ടാണ് കൺസിഡർ ചെയ്യാൻ കഴിയാത്തത്, ഇങ്ങനെ വേണം നോക്കി പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെങ്കിലും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. വെൻ കമ്പയർ ടു ഡാഷ്, എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെന്തായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അത് നോക്കാം. ബാക്കിയുള്ളത് ഇറേസ് ചെയ്തിട്ട് നോക്കാം. സോ കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതെവിടെയാണെന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ. ഇൻക്രീസസ് ഫൗണ്ടേഷൻ കോസ്റ്റ് അല്ലേ, ഫൗണ്ടേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെങ്കിലും ദീസ് കോസ്റ്റ് വെർ നെയ്തർ പ്രൊഹിബിറ്റീവ്ലി ഹൈ നോർ വെരി ലാർജ്. അതെന്ന് പറയുന്നത് അത്രയ്ക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് വലുതല്ല അല്ലേ, കമ്പയർ ടു ഓവറോൾ കോസ്റ്റ്, മൊത്തത്തിലുള്ള കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കോസ്റ്റ് അല്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കോസ്റ്റ് അല്ല എന്ന് പറയുന്നത് എവിടെയാണ്, അപ്പോൾ ഇവിടെ കനോട്ട് ബി റിഗാർഡഡ് ആസ് എന്നാണ് അല്ലേ, കനോട്ട് ബി റിഗാർഡഡ് ആസ് വലിയ കോസ്റ്റ്. അപ്പോൾ വലിയ ഹൈ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് എവിടെയാണ്, എക്സസീവ് എക്സ്പെൻസ് അല്ലേ, ഡി ആണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ 37ന്റെ ആൻസർ വരുന്നത് എക്സസീവ് എക്സ്പെൻസ്, അതായത് ഡി. ഇനി വെൻ കമ്പയർ ടു ഡാഷ്, അപ്പോൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് അല്ലേ, ഇവിടെ ടോട്ടൽ ഓവറോൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നതിന് പകരം
ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആൻസർ വരുന്നത് ഐ ആണ്. 38ന്റെ ആൻസർ വരുന്നത് ഐ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അല്ലേ. ഇനി അടുത്തത് പെർട്ടിക്കുലർലി എൻജോയബിൾ പാർട്ട് ഓഫ് ദ ചാപ്റ്റർ വാസ് ബാർസ് അക്കൗണ്ട് ഫോർ ഹൗ ഫൗണ്ടേഷൻസ് ആർ ബിൽറ്റ്. സോ ഫൗണ്ടേഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം അല്ലേ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ, എൻജോയബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഹി ഡിസ്ക്രൈബ്സ് നോട്ട് ഓൺലി ഹൗ ഡാഷ് ആർ മെയ്ഡ് പോസിബിൾ. എന്തോ ഒരു കാര്യം മാത്രമല്ല അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ, പോസിബിൾ ബൈ ദി യൂസ് ഓഫ് കേഷൻസ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത് എന്ന് മാത്രമല്ല പറയുന്നത്, ബട്ട് ഓൾസോ ഹി ഡിസ്കസസ് ദെയർ ഡാഷ്, അതിൻ്റെ വേറെ എന്തോ ഒരു സംഭവം കൂടി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ അദ്ദേഹം കേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ പോസിബിൾ ആക്കി അല്ലേ, ഏത് സംഭവം പോസിബിൾ ആക്കി എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, അതിൻ്റെ വേറെ എന്തോ ഒരു സംഭവം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഡിസ്ക്രൈബ് ദ യൂസ് ഓഫ് കേഷൻസ് വിച്ച് എനേബിൾസ് വർക്കേഴ്സ് ടു ഡിഗ് ഡൗൺ ഫോർ കൺസിഡറബിൾ ഡിസ്റ്റൻസസ് ഓഫൺ ബിലോ ദ വാട്ടർ ടേബിൾ അല്ലേ, അൺടിൽ ദേ റീച്ച് ബെഡ് റോക്ക്. അപ്പോൾ ഇതല്ല ഡിസ്കസ് ചെയ്യുന്ന വേറൊരെണ്ണവും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അടുത്ത സെന്റൻസിൽ വരുന്നത്. വാട്ട് തറോ ടെക്നിക്കൽ ഹിസ്റ്ററി ഡിസ്കസസ് നോട്ട് ഓൺലി ഹൗ കേഷൻസ് വർക്ക്. കേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ബട്ട് ഓൾസോ ഡേഞ്ചേഴ്സ് ഇൻവോൾവ്, ഡേഞ്ചേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നല്ല. സോ ഈ ഹൗ ഡാഷ് ആർ മെയ്ഡ് പോസിബിൾ ബൈ ദ യൂസ് ഓഫ് കേഷൻസ്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, അതിൻ്റെ വർക്കിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. സോ 39. 40 നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഡേഞ്ചർ അല്ലേ, ഡേഞ്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ റിസ്ക് എന്ന് പറയുന്നുണ്ട്, അസോസിയേറ്റഡ് റിസ്ക്. സോ എഫ്. ഇനി മറ്റേ സെന്റൻസ് ഒന്നുകൂടെ വായിക്കേണ്ടിയിരിക്കുന്നു അല്ലേ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ പറയുന്നുണ്ട് യൂസ് ഓഫ് കേഷൻസ് വിച്ച് എനേബിൾ വർക്കേഴ്സ് ടു ഡിഗ് ഡൗൺ ഫോർ കൺസിഡറബിൾ ഡിസ്റ്റൻസ്. അതായത് കേഷൻസ് യൂസ് ചെയ്തിട്ട് നല്ല ആഴത്തിന് അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ, വളരെ ആഴത്തിൽ എക്സ്കവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോട്ട് ഓൺലി ഹൗ കേഷൻസ് വർക്ക്, അതായത് ഇത് എത്രത്തോളം ആഴത്തിൽ വർക്ക് ചെയ്യുന്നു അത് മാത്രമല്ല പറയുന്നത്, അതിൻ്റെ റിസ്ക്കും ആണ് പറയുന്നത്. സോ റിസ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. സോ കേഷൻസ് എത്രത്തോളം ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നു, അതായത് ഡീപ്പ് എക്സ്കവേഷൻസ് അല്ലേ, വളരെ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. സോറി, അതെല്ലാം മാർക്കായിപ്പോയി. സോ നോട്ട് ഓൺലി ഹൗ ഡീപ്പ് എക്സ്കവേഷൻസ് ആർ മെയ്ഡ് പോസിബിൾ ബൈ ദി യൂസ് ഓഫ് കേഷൻസ് അല്ലേ, അത് ഡീപ്പായിട്ട് നമുക്ക് ആഴത്തിൽ അത് ചെയ്തെടുക്കാൻ കഴിയുന്നതിനെ കുറിച്ച് മാത്രമല്ല, അസോസിയേറ്റഡ് റിസ്കിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ 39ന്റെ ആൻസർ വരുന്നത് ബി ആണ്, 40യുടെ ആൻസർ വരുന്നത് എഫ് ആണ് അല്ലേ. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എൻറ്റയർലി ഡിഫിക്കൽട്ട് ആണ് അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് ചില കേസസിൽ ഡിഫിക്കൽട്ട് ആണ്, എന്നാൽ മൊത്തത്തിൽ ഡിഫിക്കൽട്ട് അല്ല അല്ലേ, 2-3 എണ്ണം ഇതിൽ ഡിഫിക്കൽട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത മെറ്റീരിയലായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്തത് ഇനി എന്നാണെന്നുള്ളത്